എന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബർ. അപ്പോൾ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത്. എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. അപ്പോൾ ചേച്ചി ഒരു യൂട്യൂബറാണ്, ഞാനടങ്ങാനും പുറത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് പറയാനുള്ളത് ജസ്ന സലീമിനെ കുറിച്ചാണ്. ഞാൻ ഇതുവരെയായിട്ടും ജസ്ന സലീമിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. എനിക്ക് ആ വ്യക്തിയുടെ വീഡിയോ ഇടാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എനിക്കൊരു വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറേ പേരെ സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടായി. അതിലെനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയാണ് സ്മൃതി. എനിക്ക് ആ കുട്ടിയുടെ വീഡിയോസ് എല്ലാം തന്നെ എനിക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാം 100% എനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്മൃതിയെക്കുറിച്ച് ജസ്ന പറഞ്ഞിരിക്കുന്ന ഈ പരദൂഷണമല്ല, അതിലും മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ ഇടയായത്. സ്മൃതി ഒരു 25-26 വയസ്സ് ഒക്കെ കൂടിപ്പോയാൽ അത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല, പത്തനംതിട്ടക്കാരിയാണ് എന്നൊക്കെ സ്മൃതി കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഇപ്പോൾ സ്മൃതി ആ പ്രായത്തിൻ്റെനേക്കാളും പക്വതയോടുകൂടിയ നല്ല വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ്. പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് വളച്ചൊടിക്കാതെ നേരായ രീതിയിൽ തന്നെ പറയുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് സ്മൃതിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ജസ്ന ഈ മോശമായിട്ടുള്ള ഒരു കാര്യം സ്മൃതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പലരുടെയും വീഡിയോയിലെ തമ്പനെയിൽ കണ്ടപ്പം തന്നെ ഇത് നുണയാണ്, ഇതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് അന്നേരം തന്നെ തോന്നി. പിന്നെ പലരുടെ വീഡിയോ കണ്ടപ്പോഴും ആ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ച കാര്യം തന്നെ 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജസ്ന വെറുതെ കളവ് പറയുന്നതാണെന്ന് തന്നെയാണ് ഓരോ വീഡിയോ കണ്ടതിൽ നിന്നും തെളിയിച്ചത്. അപ്പം ഒരിക്കലും ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശമായ രീതിയിൽ ഈ രീതിയിലുള്ള അപഖ്യാതി പറഞ്ഞുണ്ടാക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ആ പെൺകുട്ടിക്ക് ഭാവിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സ്മൃതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിയാക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇല്ലാത്ത കഥകൾ വളച്ചൊടിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് ആ കുട്ടിയുടെ ഭാവിയെ നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ജസ്ന പറയുന്നത് സ്മൃതി അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്ത് അബോർഷൻ ചെയ്തു എന്നൊക്കെയാണ്. ജസ്ന ഇത് ഒരു ദിവസം അവിടെ മൈഗ്രെയിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സ്മൃതിയെ കാണാനിടയായി. അന്നേരം കരുതി ഇതേതാ ഈ പെൺകുട്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അന്നേരം ആ പെൺകുട്ടിയുടെ കൂടെ സുധീഷ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു പയ്യനും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അന്നേരം ഇവർക്ക് മനസ്സിലായത് ഈ ഒരു യൂട്യൂബർ ആണല്ലോ എന്ന് മനസ്സിലായിരുന്നു. അതിനെ തുടർന്ന് ഇവരെ വാച്ച് ചെയ്തപ്പോൾ സ്മൃതി തെറ്റായിട്ടുള്ള പേരാണ് കൊടുത്തതെന്ന്. അപ്പോൾ കൂടെയുള്ള ഒരു പയ്യനുമുണ്ട്. അന്നേരം ഇതെന്താണ് ചെയ്യുന്നത്, ഇവർക്ക് എന്താ ഇങ്ങനെ തെറ്റായിട്ട് പേര് കൊടുത്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ ഗൈനക്കോളജിസ്റ്റിനെയാണ് പോയി കാണുന്നത്. പിന്നീട് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കി അത് അബോർഷൻ ചെയ്യാനായിട്ട് കൊയിലാണ്ടിക്ക് വന്നതാണെന്ന്. എന്ത് നുണയാണ് ഈ പറയുന്നത്? ആ പെങ്കൊച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ ഇടുന്ന ഒരാളാണ്. ഞാൻ ആ വീഡിയോ ഒക്കെ മിക്കവാറും കാണാറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും കാണാതിരിക്കുന്നെങ്കിലേ ഉള്ളൂ. എന്നാലും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് ഈ സ്മൃതി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്മൃതിയാണെങ്കിൽ റെസ്റ്റ് എടുക്കില്ലേ? ഇതെല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അന്നേരം എന്ത് നുണയാണ് ഇങ്ങനെ പറയുന്നത്? ഒരാളെക്കുറിച്ച്, ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകൊച്ചിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത വാക്കുകൾ.
ഇതെല്ലാവരും തന്നെ വിശ്വസിക്കില്ല. സ്മൃതിയെ അറിയാവുന്നവരും സ്മൃതിയുടെ വീഡിയോ കാണുന്ന ആളുകൾ ആരും തന്നെ ഈ ജസ്ന പറഞ്ഞ കള്ളത്തരം ആരും വിശ്വസിക്കുകയില്ല. പക്ഷെ അറിയില്ലാത്ത ഒരാളുകളാണെങ്കിൽ ചിലപ്പം വിശ്വസിച്ചെന്നിരിക്കും. കുറച്ച് ആളുകൾ ചിലപ്പം കരുതും ഇത് നേരാണോ, അങ്ങനെ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടോ എൻ്റെ പൊന്നു ജസ്ന? നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളും അതിനെക്കുറിച്ച് സ്മൃതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്, സ്മൃതി പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളത് കറക്റ്റാണെന്ന കാര്യം നിങ്ങളെന്താണെന്ന് തെളിവ് സഹിതം നിങ്ങൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ഇല്ലാത്ത അവിഹിതങ്ങളുണ്ടാക്കി ഒരു മോശമായിട്ടുള്ള ആ കൊച്ചിൻ്റെ മാനത്തിന് വരെയും ഇങ്ങനെ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള ഈ അപഖ്യാതി പറഞ്ഞേക്കുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ ഒന്നാമത് തന്നെ ഇപ്പം നിങ്ങളോട് ആളുകൾക്ക് വളരെ നീരസമാണ്. കാരണം ഒരിടയ്ക്ക് കണ്ണൻ്റെ രാധ എന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തി വന്നേക്കുന്ന വ്യക്തിയാണ് ഈ ജസ്ന എന്ന് പറയുന്നത്. എനിക്ക് കാണാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ വീഡിയോസ് കാണാറില്ല. നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ മതിയല്ലോ. എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് വീഡിയോസ് ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. അപ്പം ഇവർ കഴിഞ്ഞിടയ്ക്ക് പറയുകയുണ്ടായി, എനിക്ക് പ്രത്യേകിച്ച് മതമില്ല, ഞാൻ തട്ടം ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ തട്ടം ഇടുന്നില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് മതമില്ല എന്നൊക്കെ പറയുന്ന ആൾ എന്തിനാണ് നിങ്ങളുടെ ഉപ്പായെയും ഉമ്മായെയും ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് ഈ 5000 രൂപയ്ക്ക് കൃഷ്ണൻ്റെ ഫോട്ടോ പടം വരച്ച് വിൽക്കുന്നത്? ഇത് വാങ്ങാനും കുറേ ഹിന്ദുക്കളിലെ കുറേ പൊട്ടന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഞാനും ഒരു ഹിന്ദു സ്ത്രീയാണ്. പക്ഷേ ഞാൻ ഇപ്പം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ആ കാണുന്ന ചിത്രത്തിന് എന്തെങ്കിലും ഒരു ദൈവ ചൈതന്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം അവരുടെ 5000 രൂപയുടെ ചിത്രം വിറ്റിട്ട് ആൾക്കാർ വാങ്ങാനില്ലാത്തതുകൊണ്ട് ആ ചിത്രം പകുതിയാക്കി അതിൻ്റെ പകുതി വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യരൊക്കെ കണ്ണ് പൊട്ടന്മാരാണോ? ഈ ജസ്ന എന്ന് പറഞ്ഞ യൂട്യൂബർ, ഇവരിപ്പം ഭയങ്കര എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്. ആ ആൾ വരച്ചേക്കുന്ന ചിത്രം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് കുന്നോളം ദൈവാനുഗ്രഹവും ഇട്ടുമൂടാനുള്ള സമ്പാദ്യങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് കരുതുന്ന ചില അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. എത്രയോ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഇതുപോലെ കൃഷ്ണൻ്റെയും അയ്യപ്പൻ്റെയും അങ്ങനെയുള്ള ദൈവങ്ങളുടെ എല്ലാ മതത്തിൽപ്പെട്ട ദൈവങ്ങളുടെയൊക്കെ നമ്മൾ ഫോട്ടോസ് തുച്ഛമായ വിലയ്ക്ക് വിൽക്കാനുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു 100 രൂപയുടെ ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചാലും അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ മതി നമുക്ക്. അല്ലാതെ ഈ 5000 രൂപയുടെ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരു അഭിപ്രായവുമില്ല. ഇതിന് ജസ്ന മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഒരു അനാവശ്യ വർത്തമാനം ഈ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി അതിനെ പ്രതികരിക്കുകയുണ്ടായി. കാരണം അവളുടെ ഭാഗത്ത്, സ്മൃതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് സ്മൃതി പ്രതികരിച്ചത്. അല്ലാതുണ്ടെങ്കിൽ മിണ്ടാതെ ഒരിടത്ത് പമ്മി ഇരിക്കുകയുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സ്മൃതിയുടെ ഭാഗത്ത് സത്യമുണ്ട്. അത് ജസ്ന പറഞ്ഞത് കളവാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സ്മൃതി സൈബർ സെല്ലിന് പരാതി നൽകുകയൊക്കെ ചെയ്യുകയുണ്ടായത്. അപ്പോൾ ജസ്ന പറയുന്ന കാര്യം എന്താണെന്നറിയോ? എൻ്റെ വീഡിയോ, എനിക്കെതിരായിട്ട് സ്മൃതി ചെയ്ത വീഡിയോയെ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന്, റിമൂവ് ചെയ്ത് കളയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സ്മൃതിക്കെതിരായിട്ട് ഈ കള്ളക്കഥകൾ ജസ്ന നുണ പറഞ്ഞുണ്ടാക്കിയതെന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. ഇവരുടെ കാര്യം കള്ളത്തരങ്ങൾ ഓരോന്ന് വലിച്ചു കീറി പറയുന്നതുകൊണ്ട് ഈ സ്മൃതിക്കെതിരായിട്ട് കാണിച്ചേക്കുന്ന അമർഷവും വൈരാഗ്യവുമാണ് ജസ്ന ഈ സ്മൃതിക്കെതിരായിട്ട് കൊടുത്തു വിട്ടേക്കുന്ന ഈ അപഖ്യാതി പറഞ്ഞേക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എനിക്ക് എതിരെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് ജസ്നയുടെ സ്വഭാവം എന്താണെന്ന്. നാക്ക് വളച്ചാൽ നുണ പറയുന്ന ഒരു രീതി തന്നെയാണ് ഈ ജസ്നാൻ. ഒരുപാട് മനുഷ്യർ ദൈവങ്ങളുടെ നമ്മളിപ്പം ഒരു അമ്പലത്തിൽ പോകണമെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള ഒരു ആചാരങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോയമ്പ് അനുഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട്. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് മത്സ്യവും മാംസവും ഒന്നും കഴിക്കുകയില്ല. നമ്മളതുപോലെ ശുദ്ധ വൃത്തിയോടുകൂടിയാണ് പോകുന്നത്.
ഈ ജസ്ന എന്ന് പറഞ്ഞ സ്ത്രീ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ ഈ കാര്യങ്ങളെല്ലാം നോക്കിയാണോ ഇവർ വരയ്ക്കുന്നത്? ഒരു ദൈവത്തിൻ്റെ ഒരു വിഗ്രഹമാണ് അതുപോലെ നമ്മൾ കണക്കാക്കുന്ന രീതിയാണ്. അങ്ങനെയുള്ള ഒരു ഇത് ചെയ്യുമ്പോൾ ഇവരെന്തെല്ലാം മോശമായ പ്രവൃത്തികൾ, ഇതുപോലുള്ള പ്രവൃത്തികളും വാക്കുകളും ഒക്കെ ഉപയോഗിച്ചല്ലേ ഈ പടം വരയ്ക്കുന്നത്. ഇവരുടെ മനസ്സിൻ്റെ ഒരു ശുദ്ധി വൃത്തി ഇല്ലാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലൊരു പെൺകൊച്ചിനെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞുണ്ടാക്കുന്നത്. ഇവർ കൃഷ്ണൻ്റെ പടം വരയ്ക്കുക, ഇത് വെറുതെ ഇവരുടെ ഒരു കച്ചവടമാണ്. അല്ലാതെ കുറേ പൊട്ടന്മാർ, കുട്ടികളുമായിട്ടുള്ള മനുഷ്യർ ഇത് കണ്ടിട്ട് ഇവർ വാങ്ങാൻ ഈ 5000 10,000 ഒക്കെ കൊടുത്ത് ഈ ഫോട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ അകത്തെ ഈയിടെ ഈ പകുതി വിലയ്ക്ക് വിൽക്കാനിരിക്കുന്ന ആ കൃഷ്ണൻ്റെ ഫോട്ടോയിലെ കണ്ണുകളൊക്കെ കാണുമ്പോൾ ഈ കൊച്ചു പിള്ളേർ പടം വരയ്ക്കുകയില്ലേ, അതുപോലെ ഒരു രീതിയിലുള്ള പടം വരയായിട്ടാണ് എനിക്ക് തോന്നുന്നു. അല്ലാതെ എന്തോ ആ കൃഷ്ണൻ്റെ നമ്മളുടെ മനസ്സിലുള്ള ആ സങ്കല്പത്തിലുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോയല്ല നമ്മൾ കാണുന്നതിൽ. ഇത് കൊച്ചു പിള്ളേരൊക്കെ പടം വരച്ച് പഠിക്കുമ്പോൾ കാണിക്കുന്ന എന്തെങ്കിലും നോക്കി കോപ്പി അടിച്ച് വരയ്ക്കുന്ന രീതിയിൽ അന്നേരം ഓരോ തെറ്റുകളുണ്ടാകുമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാണുന്ന രീതിയിലുള്ള ഒരു മുഖഭാവമാണ് ആ കൃഷ്ണനിൽ എനിക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ചിലർക്ക് ഭയങ്കര ജസ്നയോട് ചിലപ്പം വലിയ ആരാധനയും കാര്യങ്ങളും മൂത്തായിരിക്കും. ചിലപ്പം ഈ ജസ്ന വരയ്ക്കുന്ന പടം വാങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാങ്ങുന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ 5000 രൂപ കൊടുത്തൊരു പടം വാങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. എത്രയോ കലാകാരന്മാർ വില കുറച്ച് ഇതിൻ്റെ ഒന്നും ഒരു 800 500 ഒക്കെ രൂപയ്ക്ക് വിൽക്കുന്ന എന്തോരം പടങ്ങളുണ്ട്. അത് വാങ്ങാതെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഈ കള്ളത്തരങ്ങൾ കാണിച്ചു നടക്കുന്ന സ്ത്രീകളുടെ ഇതുപോലെയുള്ള പടങ്ങൾ ഇവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യർ തന്നെ കളഞ്ഞതാണ് ഈ ജസ്നയെ. പൊക്കിയെടുത്ത് ഒരിടയ്ക്ക് കണ്ടോ, മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് കൊണ്ടുവന്ന് എടുക്കുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കിന് തോന്നിയ ഒരു ആരാധനയും വലിയൊരു അങ്ങനെ തോന്നിയതാണ്. അങ്ങനെ തോന്നിച്ച് ഇവരെ കൊണ്ടുവന്ന് കഴിഞ്ഞിപ്പം അവർ കൊണ്ട് മനുഷ്യർക്ക് ശല്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ്. എന്താണ് ആരെയും വകവെക്കാതെ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാൻ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളായിട്ടാണ് ഈ ജസ്നയെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്ക് സ്മൃതിയുടെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരിക്കലും സ്മൃതിയെ മനസ്സിലാക്കി സ്മൃതിയുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ ഒരിക്കലും സ്മൃതി മോശമായിട്ടുള്ള ഒരു വാക്കുകൾ ഇന്ന് വരെയും വീഡിയോയിൽ ഏത് കണ്ടൻ്റ് എടുത്താലും മോശമായിട്ടുള്ളൊരു വാക്കുകൾ പറയാറില്ല. ആ കാര്യം എന്താണോ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സ്മൃതിയെ തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് സ്മൃതിക്കെതിരായിട്ടുള്ള ഈ വ്യാജ പ്രചരണം ഈ ജസ്ന നടത്തിയപ്പം അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.